ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം. ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്ര അയക്കുവാൻ അവരോട് കൂടെ പോയി. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നമ്മൾ ആരംഭത്തിൽ കാണുന്നത് 3 സന്ദർശകർ സോദോമിലേക്ക് പോകുന്ന യാത്ര. അവിടെ വന്ന യഹോവയായ ദൈവം, ദൂതന്മാർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ കുറിവാക്യത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നു അത് യഹോവയായ ദൈവമായി. യഹോവയായ ദൈവവും ദൂതന്മാരും ഒന്നിച്ച് സോദോമിലേക്ക് പോവുകയാണ്. സോദോമിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷ്യവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പാപം അതികഠിനമായിരിക്കുന്നു. അതിന് ആ സോദോമിനെയും ഗോമോറയെയും ഉന്മൂലനാശം ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ യാത്രയുടെ ലക്ഷ്യം. എന്നാൽ ഈ യാത്രയിൽ അബ്രഹാമിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ വെച്ച് അബ്രഹാം യഹോവയായ ദൈവത്തെയും ദൂതന്മാരെയും കാണുന്നു. ആരെന്നറിയാതെ, യഹോവയായ ദൈവമെന്നോ ദൂതന്മാരോ എന്നറിയാതെ തൻ്റെ ഭവനത്തിലേക്ക് അവരെ നിർബന്ധിച്ച് അകത്ത് കയറ്റി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അത് അബ്രഹാമിന് അനുഗ്രഹമായി തീർന്നു എന്നത് നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജീവിതത്തിൽ നാളുകളായി ആഗ്രഹിച്ചിരുന്ന, നാളുകളായി താൻ വേദനയോടെ നടന്ന ഒരു തലമുറയുടെ ആഗ്രഹത്തിൽ താൻ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്ന തൻ്റെ ജീവിതത്തിൽ ആ തലമുറയെ ലഭിച്ചത് യഹോവയുടെ സന്ദർശനമായിരുന്നു. അത് യഹോവ ആ വഴിയെ പോകുമ്പോൾ, യഹോവയും ദൂതന്മാരെ വഴിയെ പോകുമ്പോൾ അബ്രഹാമിൻ്റെ നിർബന്ധ ഹല്ലേലൂയ സ്തോത്രം, അബ്രഹാമിൻ്റെ തീവ്രമായ ആഗ്രഹമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇന്ന് പകൽക്കാലം നാം അറിയണ ദൈവമക്കളെ സ്തോത്രം, അത് എബ്രായലേഖനത്തിലാണ് കാണുന്നത്. സ്തോത്രം, അറിയാതെ അബ്രഹാം ദൈവദൂതന്മാരെ സൽക്കരിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ പിന്നിൽ എല്ലാം നമ്മളുടെ ഒരു സ്തോത്രം പ്രവൃത്തിയുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദോഷങ്ങളുടെയും ശാപങ്ങളുടെയും പിന്നിലും നമ്മുടെ പ്രവൃത്തികളുണ്ട്. സ്തോത്രം. അപ്പം നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ എക്കാലത്തും നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കണം, നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. സ്തോത്രം. അബ്രഹാം അവരോട് സ്തോത്രം തൻ്റെ ഭവനത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച അനുഗ്രഹം, ആ സ്തോത്രം, ആ അനുഗ്രഹമൊക്കെ പ്രാപിച്ച ശേഷം അബ്രഹാം ഹല്ലേലൂയ യഹോവയായ ദൈവത്തോടും ദൂതന്മാരോടും കൂടെ നടക്കുകയാണ്. അപ്പോൾ സോദോമിൻ്റെ വഴിയിലേക്ക് അവർ തിരിയുമ്പോൾ അബ്രഹാം അവരുടെ കൂടെ പോവുകയും അവിടെ വരെ യഹോവയായ ദൈവത്തോട് കൂടെ നടക്കുകയും. അപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമാണ് സ്തോത്രം നമ്മുടെ കുറിവാക്യത്തിൽ കാണുന്നത്. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ. ഒരുപക്ഷെ ഇവൻ്റെ വീട്ടിൽ വെച്ച്, അബ്രഹാമിൻ്റെ വീട്ടിൽ വെച്ച് വേണമെങ്കിൽ പറയാമായിരുന്നു. അല്ലേ, അബ്രഹാം തൻ്റെ സ്നേഹിതനാണ്, അബ്രഹാം തൻ്റെ ഹല്ലേലൂയ സ്തോത്രം അബ്രഹാമിനെ വിളിച്ചിറക്കിയതാണ്, എപ്പോഴെങ്കിലും ഒക്കെ പറയാമായിരുന്നു. പക്ഷെ കൂടെ നടക്കുവാൻ അബ്രഹാം തുടങ്ങിയപ്പോഴാണ് ദൈവം പറയുകയാണ്, ഞാൻ അവനോട് എൻ്റെ രഹസ്യങ്ങൾ മറച്ചു വെക്കുകയില്ല. ഞാൻ വന്ന രഹസ്യം, അപ്പോൾ നോക്കണം, വീട്ടിലിരുന്നപ്പോൾ അത് പറഞ്ഞില്ല, തൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം കൊടുത്തപ്പോൾ അത് പറഞ്ഞില്ല, വന്ന ഉദ്ദേശം എന്താണ്. പക്ഷേ എങ്കിൽ അബ്രഹാം കൂടെ നടക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ, കൂടെ നടന്നപ്പോൾ സ്തോത്രം ഹല്ലേലൂയ സോദോമിനെയും ഗോമോറയെയും നശിപ്പിക്കുവാൻ, അവിടെ പാപത്തിൻ്റെ ആ സ്തോത്രം ഹല്ലേലൂയ ആ നിലവിളി ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയെന്നും ഹല്ലേലൂയ അതിനുവേണ്ടി അതുകൊണ്ട് അതിനെ നശിപ്പിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഒക്കെ പറഞ്ഞത് കൂടെ നടന്നപ്പോഴാണെന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ അറിയണം. നമ്മൾ മത്തായി സുവിശേഷം 13-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഒത്തിരി ആളുകൾ യേശുവിനെ പിൻപറ്റിയിട്ടുണ്ട്. പരീശന്മാരും സദൂക്യരും ഒക്കെ യേശുവിനെ കുറ്റപ്പെടുത്താൻ, വാക്കിൽ പിടിക്കുവാനാണ് വന്നത്. ചിലർ ഭക്ഷണം കഴിക്കുവാൻ വന്നവരുണ്ട്, ചിലർ അവൻ്റെ ഉപദേശം കേൾക്കുവാൻ വന്നവരുണ്ട്, ചിലർ അവൻ്റെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സൗഖ്യം പ്രാപിക്കുവാൻ വന്നു. ഇങ്ങനെ ഒരു വലിയൊരു കൂട്ടം യേശുവിൻ്റെ കൂടെയുണ്ട്. പക്ഷേ സ്തോത്രം, ഒരു കൂട്ടം ആളുകൾ
യേശുവിനോട് കൂടെ നടന്നു. 12 ശിഷ്യന്മാരെ കുറിച്ച് അവിടെ പറയുന്നത്. യേശു എവിടെയൊക്കെ പോയോ അവരെല്ലാം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ നോക്കിക്കൊണ്ട്, അപ്പം കഴിച്ചവരെ നോക്കിക്കൊണ്ടല്ല, സൗഖ്യം പ്രാപിച്ച് പോയവരെ നോക്കിക്കൊണ്ടല്ല, പരിഹസിക്കുവാൻ വേണ്ടിയും വാക്കിൽ പിടിക്കുവാനും നോക്കിക്കൊണ്ടല്ല, കൂടെ നടന്ന 12 ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ, രഹസ്യങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കണം, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ പറ്റിയത് ഈ 12 പേർക്ക്. മറ്റവർ ആർക്കും അറിയാൻ പറ്റിയില്ല. അവർ വന്നു, ഉപമകളൊക്കെ കേട്ടു, ഉപദേശങ്ങൾ കേട്ടു, ഹല്ലേലൂയ, സൗഖ്യം പ്രാപിച്ചു, അവർ മടങ്ങിപ്പോയി. പക്ഷേ ഹല്ലേലൂയ, മാർമികമായ രഹസ്യമായ കാര്യങ്ങൾ അറിയുവാൻ ഈ 12 പേർക്കാണ് കഴിഞ്ഞതെന്ന് മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 15:15 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ഞാൻ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചിരിക്കെ കൊണ്ട് നിങ്ങൾ ഇനിയും സ്തോത്രം ദാസന്മാരല്ല സ്നേഹിതന്മാരെന്ന് പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദാസന്മാരോട് എല്ലാ കാര്യമൊന്നും യജമാനൻ പറയാറില്ല, പക്ഷെ സ്നേഹിതന്മാരോട് രഹസ്യങ്ങൾ, ഹൃദയത്തിൻ്റെ ഭാഷകൾ പറയും. അതുകൊണ്ടാണ് സ്തോത്രം ഹല്ലേലൂയ, പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഈ 12 ശിഷ്യന്മാർക്കും പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പിതാവ് ഭൂമിയിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, മാത്രമല്ല ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്നതൊക്കെ വിശദമായി ആ മർമ്മങ്ങൾ, ആ രഹസ്യങ്ങൾ ഹല്ലേലൂയ ഈ 12 ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു എന്നുള്ളത് കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഇനിയും ദാസന്മാരെന്നല്ല നിങ്ങളെ വിളിക്കുന്നത്, എൻ്റെ സ്നേഹിതന്മാരെന്ന്. ചിന്തിച്ചു നോക്കിയ മക്കളെ, കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുമ്പോഴാണ് സ്തോത്രം ഹല്ലേലൂയ രഹസ്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ കർത്താവ് പറയുവാൻ തുടങ്ങുന്നത്. സ്തോത്രം. കർത്താവിൻ്റെ അടുക്കൽ ഒരു സമയത്ത് വന്നു സംസാരിച്ചു പോയ ഒത്തിരി ആൾക്കാരുണ്ടാകാം. പക്ഷേ അവർക്കാർക്കും കേൾക്കാൻ കഴിയാഞ്ഞത്, അവർക്കാർക്കും അറിയാൻ കഴിയാഞ്ഞത്, അവർക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാഞ്ഞത് സ്തോത്രം ഈ 12 ശിഷ്യന്മാർക്കും ഹല്ലേലൂയ അത് മനസ്സിലാക്കുവാൻ, അത് ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രൈസ് ലോർഡ്. മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്തോത്രം ഹല്ലേലൂയ ആ പുതിയ നിയമ ഉടമ്പടിയിൽ നിങ്ങൾ നോക്കിയാൽ ഈ 11 ശിഷ്യന്മാർ, യൂദയൊഴിച്ച് ഈ 11 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഹല്ലേലൂയ ആ സ്തോത്രം, ആ മാർമികമായ ഹല്ലേലൂയ സ്തോത്രം, ആ ശുശ്രൂഷയിൽ സ്തോത്രം പങ്കാളിയാകുവാൻ കഴിഞ്ഞത് പ്രൈസ് ലോർഡ് ആ സ്നേഹിതന്മാർക്ക് മാത്രം. അപ്പോൾ കൂടെ നടക്കുന്നവർക്കാ പ്രൈസ് ലോർഡ് ആ രഹസ്യങ്ങൾ വെളിപ്പെടുന്നത്, കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അപ്പം തിന്നിട്ട് പോകുന്നവരും, വാക്കിൽ കൊടുക്കുവാൻ നിൽക്കുന്നവരും, പരിഹസിക്കുന്നവരും ഹല്ലേലൂയ സ്തോത്രം ഒക്കെ ഒത്തിരി ആളുകളുണ്ടാകാം. പക്ഷേ കൂടെ നടക്കുവാൻ ആരാഗ്രഹിക്കുന്നുവോ അവരോട് കർത്താവ് രഹസ്യങ്ങൾ പങ്കുവെക്കുവാൻ തുടങ്ങും, ഹൃദയം പങ്കുവെക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ഒരു മേഖലയിലേക്ക് നമുക്ക് ഉയരുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം ഹല്ലേലൂയ പുതിയ നിയമത്തിൽ സ്തോത്രം കർത്താവിൻ്റെ ആ സ്തോത്രം ആ സർക്കിളിനെ കുറിച്ചൊന്ന് പഠിച്ചാൽ നമുക്ക് ഇങ്ങനെ അതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്തോത്രം നമുക്ക് 5000 പേരുള്ള ഒരു കൂട്ടത്തെ നമുക്ക് കാണാം. യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന 5000 പുരുഷന്മാർ, ആ ഒരു വൃന്ദത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. അതിന് ശേഷമായിട്ട് നമ്മൾ ഒന്നുകൂടെ ഒരു ക്ലോസ് ഒബ്സർവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്തോത്രം പിന്നീട് നോക്കിയാൽ 70 പേരുള്ള ഒരു ഗ്രൂപ്പിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. അതിനുശേഷമായിട്ട് വീണ്ടും കുറച്ചും കൂടെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണുന്നത് സ്തോത്രം ഹല്ലേലൂയ 12 പേരുള്ള ആ ശിഷ്യന്മാരുടെ ഗ്രൂപ്പ് കാണുവാനായിട്ട് കഴിയും. കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 3 പേരുള്ള ഒരു ഗ്രൂപ്പിനെ കാണാൻ കഴിയും. സ്തോത്രം. യാക്കോബ്, യോഹന്നാൻ, സ്തോത്രം പത്രോസ്, 3 പേരുള്ള ഗ്രൂപ്പ്. അവരെയാണ് കർത്താവ് സ്തോത്രം തൻ്റെ സ്തോത്രം പല മറുരൂപ അല്ലെങ്കിൽ സ്തോത്രം കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്ന ആ ഉയർന്ന മലയിൽ വെച്ച് ആ മലയിൽ അവരെ 3 പേരെയാണ് കൊണ്ടുപോകുന്നത് കാണുന്നത്. പിന്നെ ഗത്സമയിലേക്ക് പോകുമ്പോഴും ഈ 3 പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കുറേയും കൂടെ ക്ലോസ് ആയിട്ട് നമ്മൾ ഒന്നുകൂടെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരാൾ തന്നെയുള്ള ഒരു ഗ്രൂപ്പും ഇയാളെ കർത്താവിനുണ്ടായിരുന്നു. ഒരാൾ തന്നെയുള്ള, അത് മറ്റാരുമല്ലായിരുന്നു, യോഹന്നാനായിരുന്നു. നിങ്ങൾ ആ യോഹന്നാനെ സ്തോത്രം പക്ഷേങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ ഈ 5000-ൻ്റെ അകത്തുണ്ടായിരുന്നു, 70-ലുണ്ടായിരുന്നു, 12-ലുണ്ട്, 3-ലും ഒക്കെ യോഹന്നാൻ കാണുന്നുണ്ട്. പക്ഷേ അല്ലേ സ്തോത്രം ആ ഒരാൾ തന്നെയുള്ള ഗ്രൂപ്പിൽ യോഹന്നാൻ ഉണ്ടായിരുന്നു. പത്രോസ് ഒരിക്കലും ഇങ്ങനെ യേശുവിനോട് പറഞ്ഞു,
ആര് നിന്നെ സ്തോത്രം ആരെല്ലാവരും നിന്നെ വിട്ട് മാറിപ്പോയാലും ശരി, ഞാൻ മാറിപ്പോവുകയില്ല എന്ന്. പക്ഷേ അല്ലെങ്കിൽ ആ പത്രോസ് പോലും യേശുവിനെ വിട്ട് ഓടിപ്പോയി. എന്നാൽ നിങ്ങൾക്കറിയാമോ സ്തോത്രം, ആ ക്രൂശിന് ചുവട്ടിലേക്ക് നമുക്ക് ഈ പകൽക്കാലം ഒന്ന് ചെല്ലാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിലാണ് സ്തോത്രം. അവിടെ ആ ക്രൂശിൻ്റെ അരികിൽ താൻ സ്നേഹിച്ച ശിഷ്യൻ നിൽക്കുന്നത് യേശു കണ്ടു. നോക്കണം, എല്ലാവരും പോയപ്പോൾ ആ ക്രൂശിൻ്റെ അരികിൽ യോഹന്നാനുണ്ടായിരുന്നു. താൻ അല്ലെങ്കിൽ സ്തോത്രം താൻ സ്നേഹിച്ച ശിഷ്യൻ എന്നാ യോഹന്നാന്റെ സുവിശേഷത്തിൽ പലപ്പോഴും ഹല്ലേലൂയ പ്രിയ ശിഷ്യനെന്നും ഹല്ലേലൂയ സ്തോത്രം യേശുവിന് പ്രിയനായവനെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ പ്രിയ ശിഷ്യനായ ആ യോഹന്നാനെ നിങ്ങൾ കാണുന്നത് ക്രൂശിന് ചുവട്ടില്ല. നിങ്ങൾ നോക്ക് സ്തോത്രം, മറ്റെല്ലാവരും പോയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആ ഒറ്റയാൾ മാത്രമുള്ള ആ ക്ലോസ്ഡ് ഹല്ലേലൂയ സർക്കിളിനകത്ത് നിങ്ങൾക്ക് ആ യോഹന്നാനെ കാണാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവും യോഹന്നാനും മാത്രം നിൽക്കുന്ന ആ ക്രൂശിന്റെ ചുവടെന്ന് കണ്ടേ. പ്രൈസ് ദി ലോർഡ്. അവിടെ യോഹന്നാനെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തൻ്റെ അമ്മയെ യേശു യോഹന്നാന്റെ കയ്യിലേക്കാണ് ഏൽപ്പിക്കുന്നത്. സ്തോത്രം. ഒരു ദൗത്യോട് ഏൽപ്പിക്കുന്നുണ്ട്. സ്തോത്രം. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വെളിപ്പാട് പുസ്തകം സ്തോത്രം ഹല്ലേലൂയ ക്രൂശിന്റെ ചുറ്റിൽ വളരെ ഒറ്റയ്ക്ക് നിന്ന യോഹന്നാനെ പ്രൈസ് ദി ലോർഡ് എല്ലാവരും വിട്ടുപോയപ്പോൾ വിട്ടുപോകാത്ത യോഹന്നാൻ ഹല്ലേലൂയ. യോഹന്നാനെ നിങ്ങൾക്ക് പിന്നീട് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ ഡൊമിഷ്യൻ ചക്രവർത്തി ആ സ്തോത്രം ഹല്ലേലൂയ പത്മോസിലേക്ക് തള്ളിക്കളയുമ്പോൾ ക്രൂശിലേഖനായി ക്രിസ്തു കടന്നപ്പോൾ ഒറ്റയ്ക്ക് വിടാതെ കൂടെ നിന്ന യോഹന്നാന്റെ കൂടെ ആ പത്മോസിൽ ഏകനായി കിടന്ന യോഹന്നാന്റെ അടുക്കലേക്ക് യേശു ചെന്നു. ഹല്ലേലൂയ. ഒറ്റപ്പെട്ടവന്റെ വേദന അറിയാവുന്നവൻ, ഒറ്റപ്പെട്ട് നിൽക്കുന്നവന്റെ ദുഃഖം അറിയാവുന്നവൻ ആ യേശു ആ പത്മോസിലേക്ക്, ആ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഭാവിയിൽ നടക്കുവാനുള്ള കാര്യങ്ങളൊക്കെ യോഹന്നാന് പറഞ്ഞു കൊടുത്തു. കാലം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കൂടെ നടക്കുവാൻ നീ ആഗ്രഹിക്കുമോ? ഹല്ലേലൂയ. കൂടെ നടക്കുവാൻ നീ ചിന്തിക്കുമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ രഹസ്യങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ സ്തോത്രം. 12 ശിഷ്യന്മാരിൽ ആർക്കും കിട്ടാത്ത ഒരു വെളിപ്പാടാണ് യോഹന്നാന് കിട്ടിയത്. കാരണം യോഹന്നാൻ ക്രൂശിൽ പോലും യേശുവിനെ വിട്ടുപോയില്ല. ആ ക്രൂശിന്റെ ചുവട്ടിൽ യോഹന്നാൻ നിന്നതുകൊണ്ട് പത്മോസിന്റെ ഏകാന്തതയിൽ കർത്താവ് അവനെ കൈവിട്ടില്ല. കർത്താവ് ആ ക്രൂശ് ഹല്ലേലൂയ സ്തോത്രം ആ പത്മോസിൽ കർത്താവ് ഇറങ്ങിച്ചെന്നു. അവന്റെ ഒറ്റപ്പാടിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ജനമേ, ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഇന്ന് പകൽക്കാലം കൂടെ നിൽക്കുവാൻ, കൂടെ നടക്കുവാൻ, കൂടെ ഇരിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഒത്തിരി അനുഗ്രഹങ്ങളെ, മറ്റാർക്കും കിട്ടാത്ത ഒത്തിരി അനുഗ്രഹങ്ങളെ നിനക്ക് ലഭിക്കും. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ അവൻ നിനക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം കർത്താവിനോട് കൂടെ നടക്കുവാൻ, കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നീ അങ്ങനെ ചെയ്യുമെങ്കിൽ ഹല്ലേലൂയ നിന്റെ ഒറ്റപ്പെടലുകളിൽ കർത്താവ് നിന്റെ കൂടെ ഇരിക്കും. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഹല്ലേലൂയ, അങ്ങ് അബ്രഹാം കൂടെ നടന്നപ്പോൾ അങ്ങയുടെ ഹൃദയത്തിന്റെ രഹസ്യം, അങ്ങ് വന്ന ഉദ്ദേശം അബ്രഹാമിനോട് പറഞ്ഞു. അതേ കർത്താവ് ശിഷ്യന്മാരോട് അങ്ങ് പിതാവിൽ നിന്ന് കേട്ട രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. കർത്താവേ, ഹല്ലേലൂയ, ഉപമകളുടെ മർമ്മങ്ങളെ അവർക്ക് ഗ്രഹിപ്പിച്ചു കൊടുത്തു. കൂടെ നടന്നവർക്ക് അങ്ങയുടെ ഹൃദയം പകർന്നു കൊടുത്തു, രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ദൗത്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതേ കർത്താവേ, കൂടെ നടന്നവർക്ക് ചില ദൗത്യങ്ങൾ കൈമാറിക്കൊടുത്തു. അതേയപ്പ, യോഹന്നാൻ ക്രൂശിന്റെ ചുവട്ടിലും മാറാതെ നിന്നതുകൊണ്ട് അങ്ങയുടെ ഹൃദയത്തിന്റെ രഹസ്യമായ വെളിപ്പാടുകൾ അവന്റെ കയ്യിലേക്ക് പകർന്നു കൊടുത്തു. മാത്രമല്ല, ഒറ്റപ്പെട്ട അങ്ങ് നിന്നപ്പോൾ അങ്ങയുടെ കൂടെ ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാനെ പത്മോസിന്റെ ഏകാന്തതയിലും കൈവിടാതെ നിർത്തിയെന്ന് ഞങ്ങൾ കേട്ടപ്പോൾ അങ്ങയുടെ സ്നേഹം എത്ര വലുതെന്ന് ഞങ്ങൾ അറിഞ്ഞു. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം. ഒറ്റപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്ന എൻ്റെ കർത്താവ് ചിലരെ ഈ വചനം കൊണ്ട് ബലപ്പെടുത്തണം, ധൈര്യം പകരണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ
ആമേൻ. അനുഗ്രഹിക്കപ്പെടുന്ന ദൈവദിനം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.